ഹായ് കൂട്ടുകാരെ, കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണേ. അപ്പോൾ അതൊരു പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ ഇതാ മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നാട്ടുമാങ്ങ വെച്ചിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. പക്ഷെ നമുക്കിപ്പോൾ നല്ല മാങ്ങ കിട്ടിയിട്ടില്ല. അപ്പോൾ സാധാരണ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയാണ്. പിന്നെ അതിലേക്ക് മുളക് ഇങ്ങനെ മുറിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങയും ഈ മുളകും കൂടെ നമ്മളെ കറിച്ചട്ടിയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നത്. അടുപ്പിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നു. മാങ്ങ വെന്തതിന് ശേഷമാണ് നമ്മൾ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. ഇനി നമുക്ക് അടച്ച് വെച്ചു. ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് മഞ്ഞൾപ്പൊടിയും ജീരകവും തേങ്ങയും മുളകും കൂടെ ചേർത്തിട്ടാണ്. മുളക് നമ്മൾ ഓൾറെഡി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയുടെ കൂടെ. പിന്നെ കുറച്ചുകൂടെ എരിവ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു മുളകും കൂടെ എടുത്തു. അപ്പോൾ ഇതാ ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് ഈ മുളകിനെ നമുക്ക് ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കുക. കാരണം മിക്സിയുടെ ജാറിൽ അരയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അടിച്ചിട്ട് വരാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. മിക്സിയുടെ ജാറിൽ നല്ല പുളിശ്ശേരിയുടെ പരുവത്തിന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റിൻ്റെ വെട്ടവും കൂടെ ആയപ്പോൾ ഒരു മങ്ങൽ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല മഞ്ഞ കളറാണ്, മഞ്ഞപ്പൊടിയുടെ കളറ്. പിന്നെ മാങ്ങയുടെ മഞ്ഞയും കൂടെ വരുമ്പോൾ നല്ല ഒരു യെല്ലോ കളറാണ്. പുളിശ്ശേരിക്ക് യെല്ലോ കളറാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തു. ഇനി നമുക്ക് തൈര് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അപ്പോൾ അത് തരിയാണ്. അപ്പോൾ അതിന് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ നമ്മുടെ അരപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം ചട്ടി പുറത്ത് വച്ചിട്ടാണ് നമ്മുടെ ഈ തൈര് ചേർക്കുന്നത്. അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ഉണ്ടാകാൻ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാം. പക്ഷേ ഈ കടുക് വറുത്തതിൽ നമുക്ക് നമ്മുടെ കയ്യിൽ പറ്റിയ ഉണക്കമുളകില്ലായിരുന്നു. അപ്പോൾ കടുക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു. ഇനി അതിനെ നമുക്ക് നമ്മുടെ ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിക്ക് ശേഷം ഒരു ചെറിയ മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പയറും സവാള, ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പയറ് മെഴുക്ക് വരട്ടി. അപ്പോൾ നമ്മുടെ പയറ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയത് പയർ വെച്ചിട്ട് തന്നെ തോരനാണ്. നമ്മുടെ ഈ തെക്ക് ഭാഗത്തോട്ടുള്ളവർ തോരനെന്ന് പറയും, വടക്കോട്ടുള്ളവർ ഉപ്പേരി എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ നീളം പയറാണ്, അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് ഒരു സവാള ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ നുറുക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. നമ്മുടെ സവാള പെട്ടെന്ന് ഇതിന് പയറുമായിട്ട് വഴണ്ട് വരാൻ നല്ലതാണ്. പിന്നെ അതിലേക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറും സവാളയും കൂടെ ചേർത്ത് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കാം കുറച്ച് നേരം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വീട്ടി കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഉപ്പ് അതിലേക്ക് പിടിക്കുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയാണ് പുറത്ത്. കണ്ടോ, ബാക്ക് സൈഡ് റബ്ബറാണ്. അപ്പോൾ അവിടെ നല്ല മഴ പെയ്യുന്നു. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമുക്ക് പയറ് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കേണ്ടത്. ഇനി അത് മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന പയറും സവാളയും ചേർത്ത കൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് ചെറിയൊരു
തീ ആവശ്യമാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ശരിയാക്കാം. ഇതാ നമ്മുടെ പയർ തോരൻ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.